ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ചോക്കറാണ്, ഒരു മാലയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗിയർ വയർ എടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറിലെ ഗിയർ വയറാണ് എടുക്കുന്നത്. അത് രണ്ടെണ്ണം ഞാനിവിടെ എടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള അപ്പോൾ ചോക്കർ ആകുമ്പോഴത്തേക്കും ആ ഒരു ലെങ്തിൽ മാത്രം കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ കസ്റ്റമൈസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഓരോരുത്തരുടെയും നെക്കിൻ്റെ ലെങ്ത് നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്കിൻ്റെ ലെങ്ത് ഇപ്പോൾ അഥവാ സെല്ല് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിൻ്റെ നെക്കിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചോക്കേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് നടിയായിട്ടുള്ള തമന്ന ഇട്ടിരിക്കുന്ന റീസെൻ്റ്ലി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പിങ്ക് കളർ സാരിയുടെ കൂടെ ചെയ്തിരിക്കുന്ന ഒരു ഇട്ടിട്ട് പെയർ ചെയ്തിരിക്കുന്ന ഒരു മാലയാട്ടോ. വളരെ സിമ്പിളാണ്. വളരെ ഇതായിട്ട് ഞാനിത് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. സാധാരണ എങ്ങനെയാണോ നമ്മൾ കണക്ടർ ഇല്ലാതെ ഒരു 2 ലെയർ ചോക്കർ ചെയ്യുന്നത്, അതുപോലെ നേരത്തെ വീഡിയോസ് കണ്ടവർക്ക് ഇത് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആദ്യമേ തന്നെ 2 ഗിയർ വയറും നമ്മളുടെ ഗിയർ ലോഗോ വെച്ച് ആ ഒരു ഡോരിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡോരി നമുക്ക് ഒന്നെങ്കിൽ തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡോരിയൊക്കെ ആണെങ്കിൽ കടകളിലൊക്കെ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അത്യാവശ്യം മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകളുടെ നെയിം, ഇൻസ്റ്റാ സ്റ്റോഴ്സിൻ്റെ നെയിം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഡോരി ഗിയർ ലോക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ പേൾസിൻ്റെ ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ക്വാളിറ്റി കൂടിയ വാട്ടർ പേളാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പേൾസിനെക്കാട്ടിലും പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ പേൾസ് കൊടുക്കാം. അല്ലാതെ വലിയവരൊക്കെ വരുമ്പോഴത്തേക്കും ചിലർ ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങിക്കുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പ് കസ്റ്റമേഴ്സ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ചിലർക്ക് ഗ്ലാസ് ബീഡ്സ് ഒന്നും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ചിലർക്കാണെങ്കിൽ അത് മതിയായിരിക്കും. ചിലർക്ക് ഹൈ ക്വാളിറ്റി ഉള്ള പേൾ ബീഡ്സ് തന്നെ വേണമെന്ന് അവർ പറയുമായിരിക്കും. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ ആദ്യത്തെ ഒരു ലെയർ ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ലെയറിലാണ് ആ ഒരു ലോക്കറ്റ് വരുന്നത്. ലോക്കറ്റ് എന്നല്ല, ഒരു ഹെഡ് പിന്നിൽ ഇതുപോലെ ഒരു അതുപോലത്തെ പേളും ഉണ്ട് കേട്ടോ. മദർ പേളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാൻ മദർ പേളിന് പകരമായിട്ട് ഇവിടെ വയ്ക്കുന്നത് ജസ്റ്റ് ഒരു ഹെഡ് പിന്നിൽ എന്താണ് ഒരു വലിയൊരു പേൾ ബീഡ് ഇട്ടിട്ട് അതിലേക്ക് ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനെയാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്കൊരു നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബീഡ്സിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലോക്കറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാട്ടോ. കാരണം അതാണ് നമ്മൾ സെക്കൻഡ് ലെയറിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഹെഡ് പിന്നിലേക്ക് നമ്മളിതുപോലെ ആണി പോലിരിക്കുന്നതാണ് ഹെഡ് പിന്നും. അതിലേക്ക് പേൾ ബീഡ് ഇട്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ ബീഡ് ക്യാപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്ത് ലോക്കറ്റ് പോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും നടുക്കത്തെ ആ ഒരു ഭാഗത്ത് വേണം നമ്മൾ ആ ഒരു ലോക്കറ്റ് സെറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പിക്കിൽ അവർ മദർ പേളാണെന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അതേ ഷേപ്പിലുള്ള മദർ പേൾസൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ആ ഷോപ്പുകളിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരക്കി നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഷോപ്പുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് തിരക്കി നോക്കി. എനിക്ക് ട്രസ്റ്റ് തോന്നി ഞാൻ വാങ്ങിച്ച കുറച്ച് നല്ല ഷോപ്പുകളുടെ പേരുകളാട്ടോ ഞാൻ എഴുതിയിട്ടിരിക്കുന്നത്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വേണ്ടവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ആ ഒരു ലോക്കറ്റ് കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കണക്ടേഴ്സ് ഒന്നും തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ബീഡ് തന്നെ ആ ഒരു ഗോൾഡൻ കളറിലെ ബീഡ് തന്നെ കണക്ടറാക്കി തന്നെ യൂസ് ചെയ്യുക കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതൊന്നെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ ലോക്കറ്റ് ആണെങ്കിൽ 2 ലെയറിലൂടെ ഘടിപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു മാല ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു മാലയുടെ റേറ്റൊക്കെ ഏകദേശം ഒരു 399 തൊട്ട് ഒരു 599 വരെ നമുക്ക് ഇടാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഇടാനായിട്ട് പറ്റും. റേറ്റൊക്കെ അപ്പന നിങ്ങളുടേതായ രീതിയിൽ ഇടുക. നിങ്ങൾക്ക് റേറ്റ് കൂട്ടിയും ഇടാം. ലാഭം ഒത്തിരി നോക്കുന്നവർക്ക് റേറ്റ് കൂട്ടിയും ഇടാം. ഒത്തിരി നോക്കാത്തവർക്ക് റേറ്റ് കുറച്ചൊക്കെ ഇടാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു മാല ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ഈ ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കളർ മങ്ങാത്ത, കളർ പോകാത്ത ബീഡ്സ് വേണം നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റേതാണെങ്കിൽ ലോക്കറ്റ് ആണെങ്കിൽ നമുക്ക് ബീഡ് ക്യാപ്പ് വെച്ച് തന്നെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനത്തെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. മഞ്ചാടിയുടെയൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പം ഞാനത് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ വീഡിയോസൊന്നും ഇപ്പോൾ എടുക്കാത്തത്. ലോങ് വീഡിയോസായിട്ട് ഞാനിപ്പോൾ എടുക്കാത്തത് കാരണം വലിയ മാലകളുടെ ഓർഡർ നമുക്ക് വരാത്തത് കൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ചെറിയ ചെറിയ ഓർഡേഴ്സ് വരുന്നുണ്ട് മഞ്ചാടിയുടെ, അത് മാത്രമേ ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ലാസ്റ്റിൽ ഗിയർ വയർ ഇട്ട് ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റേറ്റ് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര ആണോ എന്താണ് മീൻസ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ എത്ര ആണോ നിങ്ങൾക്ക് ലാഭം പിടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു മാല ചെയ്യുന്നത്. പിന്നെ കമ്മൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്റ്റഡിൻ്റെ ബേസ് എടുത്തിട്ടും അതിലേക്ക് ഫ്ലെക്സ് ക്യുക്ക് എന്ന് പറഞ്ഞൊരു പശയുണ്ട്. ഈ പശ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ പശയൊക്കെ യൂസ് ചെയ്തവർക്ക് അറിയായിരിക്കും, ഈ പശയൊക്കെ ക്ലോത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉരുകിപ്പോരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ കയ്യിലൊക്കെ പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഫെവി ബോണ്ടിൻ്റെ പശ എടുക്കുക. അപ്പോൾ അതെടുത്തിട്ട് ബീഡ് ക്യാപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ ആ ഒരു ബീഡൂടെ ഒട്ടിച്ചു കൊടുത്ത് നമ്മൾ ആ ഒരു കമ്മലൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളത്തെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. ബായ്.